113ാമത്തെ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കം. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പരിഷത്തിന് പതാക ഉയർത്തി. വൈകിട്ട് 4 മണിക്ക് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഫെബ്രുവരി 5-ന് പരിഷത്തിൽ പങ്കെടുക്കും. ദക്ഷിണ ഭഗീരഥി പമ്പാ നദി തീരത്ത് ഇനി സനാതന ജ്ഞാന പ്രബോധനത്തിന്റെ നാളുകൾ. പരിഷത്തിന് മുന്നോടിയായി കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്രകൾ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ സംഗമിച്ചു. വാദ്യമേളങ്ങളോടെ ഘോഷയാത്രകൾക്ക് സ്വീകരണം. ത്തിൽ നിന്ന് ഘോഷയാത്രയെത്തിയ ജ്യോതി പരിഷത്ത് വേദിക്ക് സമീപമുള്ള കിടാവിളക്കിൽ തെളിയിച്ചു. എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്ന് ഘോഷയാത്രയെത്തിച്ച വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്ര പ്രതിഷ്ഠ പ്രധാന വേദിയിൽ. പതാക ഘോഷയാത്ര അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിയത്. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും പദയാത്രയുമെത്തി. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തി. മുകളിലേക്ക് മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് ഗവർണർ രാജേന്ദ്രനാഥ് അർലേക്കർ പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. പെരിങ്കുളം ചെങ്കോലാധീനം ശിവപ്രകാശ സന്നിധി സ്വാമികളുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കും. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള സന്യാസി ശ്രേഷ്ഠർ, പ്രഗത്ഭ വാഗ്മികൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സാന്നിധ്യവും ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിന്റെ സവിശേഷ പ്രാധാന്യമാണ്. ഫെബ്രുവരി 5-ന് വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. ഇപ്രാവശ്യം കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠരെത്തുന്നുള്ള ഒരു പ്രത്യേകത ഈ പ്രാവശ്യത്തെ പരിഷത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കേരളത്തിന് തന്നെ അഭിമാനം തോന്നുന്ന രീതിയിൽ ഹിന്ദുമത പരിഷത്തിൽ RSSന്റെ മുഖ്യ ആൾ ഡോക്ടർ മോഹൻ ഭാഗവത്ജി എത്തുകയാണ്. ഇന്ന് 4 മണിക്ക് 5-ാം തീയതി 4 മണിക്ക് അദ്ദേഹം 2.5 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ പ്രഭാഷണം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരവാഹികളുമായിട്ട് ഏതാണ്ട് 25 മിനിറ്റോളം അദ്ദേഹം സംവദിക്കുന്നുണ്ട്. അതൊരു വലിയ, ഞങ്ങളിത് ഉത്സവമായിട്ട് ആഘോഷിച്ചിരുന്നാണെങ്കിൽ ഇപ്രാവശ്യം മഹോത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. വിവിധ വിഭാഗങ്ങൾ പരിഷത്തിനാവശ്യമായ എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി ചെറുകോൽപ്പുഴയിൽ സജ്ജമാണ്. ജനം, പത്തനംതിട്ട.